വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്, സാറ്റർഡേ മോർണിംഗ് ആണ് ഇന്ന്. അപ്പോൾ ഞങ്ങളിന്ന് ആദ്യം പോകുന്നത് ലൈബ്രറിയിലേക്കാണ്. അപ്പോൾ കുറച്ച് ബുക്സൊക്കെ മാറ്റാനുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഇതൊരു ടൗൺ സെൻറ്ററാണ് ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്തുള്ള. അപ്പം നിങ്ങൾ ഈ കാണുന്നില്ല, ആ കാണുന്ന സിഗ്നലാണ്. നമ്മൾ ആ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് റെഡ് ഗ്രീൻ ആയതിനു ശേഷം റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെയാണ് ക്രോസിംഗ് ഒക്കെ ഉണ്ടാവുക. സോ ഇവിടെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ അടുത്തുള്ള ലൈബ്രറിയിലാണ്. ഇത് ടൗൺ സെൻറ്ററാണ്. സോ ഇവിടെ വലിയൊരു ലൈബ്രറി ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ. ഇവിടെ എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ നമ്മൾ പേ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫ്രീ ആണ് മെമ്പർഷിപ്പൊക്കെ. സോ ഞങ്ങളിത് വീക്കെൻഡിൽ അധികവും വരുന്നൊരു സ്ഥലമാണിത് മോന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് മുകളിൽ ഇപ്പോൾ ഒരുപാട് വലിയ ലൈബ്രറിയാണിത്. മ്യൂസിക് കളക്ഷൻസ്, താഴെയാണ് ബുക്സിൻ്റെ ഒക്കെ കളക്ഷൻസ് വരുന്നത്. ഇവിടെ സോണായിട്ടാണ്, ചിൽഡ്രൻ സോൺ, ടീൻ സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സോണായിട്ടാണ് ഈ ലൈബ്രറിയിലുള്ളത്. പിന്നെ ഇതാണ് കിഡ്സ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ബുക്സൊക്കെ ഉണ്ട്. ഈ ടോം ഗേറ്റ്സിൻ്റെ ബുക്ക് നല്ലൊരു ബുക്കാണ് കേട്ടോ. ഇതൊരു സീരീസ് പോലെയാണ്. അപ്പോൾ ഇത് നല്ല ഇപ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയ ബുക്കാണ്. പിന്നെ ഇത് എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റുന്നൊരു ബുക്കാണ് ഹാരി പോട്ടറിൻ്റെത്. ഇതും നല്ല ബുക്കാണ്. സോ ഇങ്ങനെ ഇവിടെ എന്ന് വെച്ചാൽ അപ്പോൾ മോൻ കുറച്ച് ബുക്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം സമ്മർ വെക്കേഷൻ ടൈമിനൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കും ഈ ഒരു ലൈബ്രറിയിൽ. ഇതിപ്പോൾ ഇവിടെയുള്ള ഗ്രാമർ സ്കൂൾ എന്ന് പറയുന്ന അത് എൻട്രി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഇവർ കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ചെറിയ എന്തൊക്കെയോ മാറ്റമുണ്ട് ടൈമിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കൂ. ഇവിടെ നിന്നുള്ളത് ഈ ബേർഡിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ മുന്നേ വെയിൽസിൽ പോയ സമയത്ത് പഫിൻ ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ബേർഡിനെ പറ്റിയിട്ടുള്ള പഫിൻ എന്ന് പറയുന്ന ബേർഡിനെ പറ്റിയിട്ടുള്ളൊരു ബുക്കാണിത്. സോ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഈ ലൈബ്രറിയിൽ വന്നാൽ എപ്പോഴും പോകുന്നൊരു സെക്ഷനാണ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഇന്ത്യൻ ബുക്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെഫാണ് ഈ ഗോർഡൻ റാംസി എന്ന് പറയുന്നത്. ഇയാളൊരു സെലിബ്രിറ്റി ഷെഫാണ്. സോ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഇയാളുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ ലണ്ടനിൽ. ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ് അവിടെ ഫുഡൊക്കെ. എന്നാലും ഇതെന്ന് പറയുന്നത് ഈ ഗോർഡൻ റാംസി ഇന്ത്യയിൽ വന്നപ്പോൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് ഞാനിവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതൊരു നല്ല ബുക്കാണ്. അപ്പോൾ ഇതിൽ ഇതാണ് ആ ബുക്ക്, ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഗോർഡൻ റാംസിൻ്റെ. ഇയാൾ ഇന്ത്യയിൽ വന്ന സമയത്ത് എഴുതിയൊരു ബുക്കാണ്. ഇതിനുള്ളിലെ പേജസൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ നാട്ടിലെ ഫുഡിനെ പറ്റിയിട്ടാണ് ഇയാൾ ഇതിലൊക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ വേറെന്താ, ഞാൻ മെയിനായിട്ട് ഇതിൽ ബുക്സൊക്കെ ഇപ്പോൾ ആൾക്കാർ കുറവാണല്ലേ. ഇപ്പോൾ യൂട്യൂബ് അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ആൾക്കാർ കുറവാണ് റെഫർ ചെയ്യുന്നത് ഈ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. സോ ഞാൻ ഇങ്ങനെ ലൈബ്രറിയിൽ വരുന്ന സമയത്ത് ബുക്ക് എടുക്കാറുണ്ട് ഇവിടുന്ന്. സോ ഇതാണ് ഇന്ന് ഞാൻ എടുക്കുന്ന ബുക്ക്. ഇന്ത്യൻ ഒരുപാട് ബുക്സ് ഉണ്ട് ഇവിടെ. ഇന്ത്യൻ റെസിപ്പീസൊക്കെ ഉള്ളത് എല്ലാ കൺട്രീൻ്റെതും ഉണ്ട്. പക്ഷെ നമ്മളെ ബുക്സും ഇവിടെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ എടുത്തത് ഈ ഒരു ബുക്കാണ്. എനിക്ക് തോന്നുന്നു നല്ല ബുക്കായിരിക്കും. ഇതിൽ ഈ പിക്ചറൊക്കെ ഉള്ളതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നോക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഞാൻ വന്ന സമയത്ത് വേറൊരു കാര്യം കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പുതുതായിട്ടൊരു ഇന്ത്യൻ സെക്ഷൻ, അതായത് ഇന്ത്യൻ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സെക്ഷൻ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഫ്ലവേഴ്സൊക്കെ വെച്ചത് കാണാം. ഇതൊരു പുതിയൊരു സെക്ഷൻ ആയതുകൊണ്ടായിരിക്കും. കുറച്ച് ബുക്സൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കി ഇവിടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ടീൻ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. കിഡ്സിൻ്റെ സോൺ വേറെയാണ്. ഇങ്ങനെ ഓരോ സോണായിട്ടാണ് ഉള്ളത്. സോ നമ്മളിവിടെ എങ്ങനെയാണ് ബുക്ക് എടുക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ബുക്ക് എടുത്തതിന് ശേഷം ഈ സ്കാനറിൽ വെച്ചിട്ട് സ്കാൻ ചെയ്താൽ നമ്മൾ ഒരു പിൻ കോഡ് ഉണ്ടാകും. ആ പിന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു റെസിപ്റ്റ് കിട്ടും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഡ്യൂ ഡേറ്റ് ഉണ്ടാകും. കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാലും അവർ ഫൈനൊന്നും ഈടാക്കില്ല. പക്ഷേ നമ്മൾ വലിയ ആൾക്കാരെ മെമ്പർഷിപ്പിലാണ് ബുക്ക് എടുക്കുന്നതെങ്കിൽ ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് ഫൈൻ നമ്മൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലോക്കൽ ഉള്ള സ്ഥലത്തുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ബസ്സിൻ്റെ ടൈം, അങ്ങനെയുള്ള കുറച്ച് ഈ ലോക്കൽ ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. ഇത് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. ഇവിടെ എന്ന് വെച്ചാൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിറയെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ബുക്സൊക്കെ എടുത്തു കഴിഞ്ഞ് നേരെ ഇനി പോകുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടൗൺ സെൻറ്ററാണ്. സോ നമുക്ക് അത്യാവശ്യം ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അടുത്തത് ഞങ്ങൾ പോകുന്നത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പാണ്. സോ ഞങ്ങൾ നേരെ പോയത് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്.
മെയിനായിട്ട് വന്നത് കാലണ്ടറൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഞാൻ ഏകദേശം നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ് കാലണ്ടറൊക്കെ വന്ന് നോക്കിയത്. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നേരത്തെ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഏകദേശം ഒരു 3 മാസം മുൻപ് തന്നെ എല്ലാ സാധനങ്ങളും, ഇപ്പം ക്രിസ്മസിൻ്റെ സാധനങ്ങളാണെങ്കിലും ഒക്കെ വരും. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഹാലോവീൻ ആണ്. സോ അതിൻ്റെ കുറേ സാധനം ഇപ്പോൾ ചെയിനും ഇയറിങ്സും ഒക്കെയാണ്. ഇപ്പം നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇതിൽ സ്കെലിട്ടൻ്റെ ഒക്കെ അല്ലെങ്കിൽ സ്പൈഡറിൻ്റെ ഒക്കെ ഉള്ളത്. ഇവിടുത്തെ ഒരു വലിയൊരു ഫെസ്റ്റിവലാണ് ഈ ഹാലോവീൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ കുറേ സാധനങ്ങളാണ് ഇപ്പോൾ ഷോപ്സിൽ നിറയെ ഇപ്പോൾ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അടുത്ത വരുന്നത് ക്രിസ്മസ് ആണ്. സോ ഇപ്പോഴന്നെ ക്രിസ്മസിന് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടാവും. ഞാൻ കാണുകയാണെങ്കിൽ അത് ഞാൻ വീഡിയോ ഇട്ടിട്ട് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോഴുള്ള ഒരു സാധനങ്ങൾ. പിന്നെ ഇവിടെയുള്ള ഒരുപാട് ഷോപ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ സെൽഫ് ചെക്കൗട്ടാണ്. നമ്മൾ തന്നെ സാധനം എടുത്തിട്ട് അതിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ കാർഡോ ക്യാഷോ വെച്ചിട്ട് പേ ചെയ്തിട്ടാണ് ഇവിടെ പല സ്ഥലത്തും നമ്മൾ ബില്ല് പേ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏകദേശം എല്ലാ ഷോപ്പിലും ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് ഫുള്ളി ആയിട്ട് ഇത് സെൽഫ് ചെക്കൗട്ടുള്ള ഷോപ്സ് അല്ല. പക്ഷേങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇവിടെ ഇപ്പോൾ നമുക്ക് കാർഡ് വെച്ചിട്ടും ക്യാഷ് വെച്ചിട്ട് ഇതിൽ പേ ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ ഞാൻ കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്തത്. ഇനി ഞങ്ങൾ പോകുന്നത് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം വീക്കെൻഡ്സിലാണ് മെയിനായിട്ട് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങി വെക്കുക, ഒരു 1 വീക്കിനുള്ളത്. സോ നേരെ ഇപ്പം ഞങ്ങൾ പോയത് ഇവിടെ അടുത്തുള്ള B&M എന്ന് പറയുന്നൊരു ഹോം സ്റ്റോറിലാണ്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം UK വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്റ്റോറാണ്. ഏകദേശം എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഹൗസ് ഹോൾഡ് ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ്, ഇപ്പം ഗ്രോസറീസ്, ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ. എനിക്ക് തോന്നുന്നത് വെജിറ്റബിൾസ് അങ്ങനത്തെയൊക്കെ കുറവാണ്, ഉണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ ബാക്കി ഏകദേശം എല്ലാ ഐറ്റംസും, ഒരു വീട്ടിലേക്ക് വേണ്ട ഏകദേശം എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. കമ്പാരിറ്റീവ്ലി ഇവിടെ പൈസയും കുറച്ച് കുറവാണ്. സോ ഞങ്ങൾ ഇവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു. ഇവിടെ ഇപ്പം ക്രിസ്മസിൻ്റെത് ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ഇവർ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി. ഇതെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് അഡ്വഞ്ചർ കാലണ്ടറാണ്. ഇവിടുത്തെ കുട്ടികളെ ഏകദേശം ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഡേറ്റിലുള്ള ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് കാലണ്ടർ വരും. സോ ഓരോ ഡേറ്റിൽ ഓരോന്ന് ഓപ്പൺ ചെയ്താണെങ്കിൽ അതിൽ ഓരോ ചോക്ലേറ്റ് ഉണ്ടാവും. ഒരു ദിവസം ഒന്ന് വെച്ചിട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ 24th അല്ലെങ്കിൽ ക്രിസ്മസ് ഈവിൻ്റെ ഡേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിൽ വലിയ ചോക്ലേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഓരോ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഒരുപാട് ആൾക്കാർ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഇതൊരു മെഡിസിൻ്റെ ഒക്കെ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ ഇപ്പം വിൻ്റർ തുടങ്ങിയിട്ടില്ല, പക്ഷേ തുടങ്ങുന്നതിന് മുന്നേ വിൻ്റർ തുടങ്ങിയോ ഇല്ലയോ, ജലദോഷം അങ്ങനത്തെ പല മൂക്കടപ്പൊക്കെ തുടങ്ങി. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇപ്പോൾ ചെറിയൊരു ഫീവർ അല്ലെങ്കിൽ കോൾഡിനൊന്നും നമുക്കിവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഡോക്ടറൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ തന്നെ മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട്, ആൻറ്റിബയോട്ടിക്സൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇവിടെ നമുക്ക് കിട്ടുന്നത് പാരസെറ്റമോൾ അല്ലെങ്കിൽ ഫീവറിനുള്ള ടാബ്ലറ്റ് അങ്ങനത്തതൊക്കെ ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. സോ അങ്ങനെ കുറച്ച് മെഡിസിൻ. പിന്നെ ഈ മെഡിസിനൊക്കെ വാങ്ങിക്കുന്നതിന് കണക്കുണ്ട് കേട്ടോ. ഇപ്പം പാരസെറ്റമോളൊന്നും നമ്മൾ കണ്ടമാനൊന്നും ഇവർ തരില്ല. ഒരാൾക്ക് ഇത്ര എന്നുണ്ട്, പിന്നെ ഏജ് നോക്കും, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ. ഇതെനിക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ ഗ്ലൗസ് എന്ന് പറയുന്നത്. സോ എനിക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ്സൊക്കെ അലർജിയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു സാധനമാണത്. പിന്നെ എന്നുള്ളത് ഇനിയിപ്പോൾ വിൻ്ററിൽ ഇപ്പോൾ മോൾഡും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സാധനമാണ്. മോയ്സ്ചർ അബ്സോർബർ നമ്മളിപ്പോൾ വാർഡ്രോബിൽ അല്ലെങ്കിൽ ഷൂസിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയൊരു സാധനമാണ്. സോ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇപ്പം നമ്മൾ ആവശ്യമുള്ള സാധനം ആവശ്യമില്ലാത്ത നമ്മളെ കയ്യിൽ ട്രോളി കിട്ടിയ പിന്നെ ഒക്കെ വാരി വലിച്ചിടുമല്ലോ. അത് തന്നെയാണ് സെയിം എല്ലായിടത്തെയും പോലെ. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഇവിടെ ക്രിസ്മസ് ടൈമിന് വരുന്നതാണ്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഈ കോസ്മെറ്റിക്സ് ഒക്കെ നിറയെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളൊരു കൂളറാണ്, ബ്യൂട്ടി കൂളർ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്മസ് ടൈമിൽ ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് ബോക്സ് പോലെ വരും. ഇപ്പം പെർഫ്യൂംസ് അല്ലെങ്കിൽ ക്രീം അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെയാണ്. ഇതാണ് ഹാലോവീൻ ആയതുകൊണ്ടാണ് ഇതുപോലത്തെ ഇതെന്താണോ ആലോചിക്കുന്നതെന്ന് അറിയില്ല. എന്താ പറയുക അല്ലേ, അസ്ഥികൂടത്തിന് വരെ സമാധാനമില്ലാത്ത അവസ്ഥയാണ്. വല്ലാത്ത ആലോചനയാണ് എല്ലാവരും. പിന്നെ ഇവിടെ ഇപ്പം കുറച്ച് സെക്ഷനിൽ ഹാലോവീൻ്റെ അതൊക്കെ വെച്ചിട്ടുള്ളൂ. ഇത് ഇവിടെ ഒരുപാടുള്ളത്
ക്രിസ്മസ് ഐറ്റംസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോപ്സാണ്. ഞങ്ങൾ ഒരുപാടൊന്നും ചെയ്യില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്യാറുണ്ട് ക്രിസ്മസ് ടൈമിൽ. ക്രിസ്മസ് ഐറ്റംസൊക്കെ നിറയെ വാങ്ങിക്കണം എന്നുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഷോപ്പാണ് ഈ B&M എന്ന് പറയുന്നത് UK-യിലുള്ളത്. ഒരുപാട് ഇവിടെ കളർ തീമിലാണ് ഇവർ ഈ ഒരു ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത്. സോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ വരുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. സോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതാണ് ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഒരു ഒക്ടോബർ മുതൽ ഇവരങ്ങ് സ്റ്റാർട്ട് ചെയ്യും ഈ ക്രിസ്മസ് ഷോപ്പിംഗ്. ഇവർക്ക് ഒരു 3 months നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഇവരെ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒക്ടോബർ ആയിട്ടില്ല, ഇപ്പോഴും തന്നെ ഏകദേശം എല്ലാ ഷോപ്സിലും ക്രിസ്മസ് ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക്. സോ ഇതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഇപ്പോഴൊന്നും ക്രിസ്മസ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കളർ തീമിലാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ പോയത് ഏകദേശം ഇപ്പോൾ സമയം ഒരു 3 o'clock അടുത്താവാനായി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊരു ശ്രീലങ്കൻ റെസ്റ്റോറൻ്റാണ്. ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ്. അപ്പോൾ ഇന്നലെ സന്തോഷ്, അതായത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, കൊളീഗ്സൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഞാനിവിടെ നല്ല ഫുഡാണ്, നമുക്കിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഏകദേശം നമ്മൾ ഫുഡിൻ്റെ പോലെ തന്നെയുണ്ട് ഇവിടുത്തെ ഈ മെനുവിലൊക്കെ ഉള്ള ഐറ്റംസൊക്കെ. ഇത് ഡ്രിങ്ക്സിൻ്റെ മെനു ആണ്. സോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് കൊത്തു പൊറോട്ടയാണ്. കൊത്തു പൊറോട്ട എന്ന് പറയുന്നത് നമ്മൾ ചെന്നൈയിലൊക്കെ കിട്ടുന്നൊരു നല്ല അടിപൊളി സാധനമാണ്. പൊറോട്ട ഇങ്ങനെ പിച്ചിയിട്ടിട്ട് അതിൽ ചിക്കൻ എഗ്ഗൊക്കെ ഇട്ടിട്ടുള്ളൊരു ഇതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ സന്തോഷം വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇത് ആപ്പമാണ്, നമ്മൾ ആപ്പം അതിന് നടുവിൽ എഗ്ഗ് ഇട്ടിട്ട് ചട്നി അങ്ങനെ കുറച്ച് എനിക്ക് ഇത് കഴിക്കുമ്പോൾ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നല്ലോ. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ അടുപ്പിലൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ഫുഡ്. ഇവരിത് എങ്ങനെയാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ആപ്പത്തിൽ നിങ്ങൾക്ക് എഗ്ഗ്, ഇതിൻ്റെ ഉള്ളിൽ അവർ എഗ്ഗ് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചെന്നൈയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളത്. പിന്നെ ആ സൈഡിലെ ചട്നിയൊക്കെ നമ്മൾ അമ്മിയിലൊക്കെ അരച്ചാലൊരു ടേസ്റ്റില്ല, ആ ഒരു ടേസ്റ്റാണ്. പിന്നെ ഓർഡർ ചെയ്തത് നമ്മൾ വൈറ്റ് ചെന്നൈയാണ്, ചിക്പിയാണ്. ഇത് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ശ്രീലങ്കൻ ഫുഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സോ അതിനുശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു സീ ഫുഡ് ഫ്രൈഡ് റൈസാണ്. ഇതിൽ വരുന്നത് നമ്മൾ സ്ക്വിഡ്, പിന്നെ ഓക്ടോപ്പസ്, പ്രോൺ ഒക്കെയാണ് ഈ ഒരു ഇതിൽ ഫ്രൈഡ് റൈസിൽ വരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഓർഡർ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊത്തു പൊറോട്ടയാണ്. സോ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പോയത് ഒരു പേസ്ട്രി ഷോപ്പിലേക്കാണ്. സോ ഒരുപാട് ദിവസമായി പേസ്ട്രിയൊക്കെ കഴിച്ചിട്ട്. സോ എന്തായാലും ഫുഡ് കഴിക്കാൻ പുറത്ത് വളരെ കുറവാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. സോ ഞങ്ങൾ ഇവിടെ ഒരുപാട്, ഇത് നേരെ ഓപ്പോസിറ്റിലൊരു പേസ്ട്രി ഷോപ്പാണ്. സോ ഇവിടെ ഒരുപാട് ബർത്ത്ഡേ കേക്ക്സൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഫെററോ റോച്ചറിൻ്റെ ഒരു ചോക്ലേറ്റ് കേക്ക്, പിന്നെ വേറെന്താ ഓർഡർ ചെയ്തത്, വൈറ്റ് ആൽമണ്ട് കേക്ക്, പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് വേറൊരു ചോക്ലേറ്റ് മോസ്. ഇത്രയാണ് ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതായിരുന്നു ഞങ്ങളെ വീക്കെൻഡിൽ ഒരു ദിവസം എന്ന് പറയുന്നത്. എല്ലാ വീക്കെൻഡും ഇതുപോലൊന്നും ആയിരിക്കില്ല. മിക്കവാറും വീക്കെൻഡ് എന്ന് പറയുന്നത് തുണി അലക്കലും കുക്കിങ്ങൊക്കെ ആയിട്ട് പോകും. അപ്പം കുറേ ദിവസമായി ഷോപ്പിങ്ങൊക്കെ വന്നിട്ട്, അതുകൊണ്ട് എന്തായാലും ഇന്ന് പുറത്തുനിന്ന് ഞങ്ങൾ ലേറ്റായി. അപ്പോൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ.